ഹലോ സുഹൃത്ത്, നമസ്കാരം. ഇന്ന് ഓഗസ്റ്റ് 29, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി ജെഡിസ് കറണ്ട് അഫേഴ്സ്. നമുക്കറിയാം, ഓരോ കോമ്പറ്റീഷനിലും കറണ്ട് അഫേഴ്സിൻ്റെ പ്രാധാന്യം. മിക്കവാറും എല്ലാ കോമ്പറ്റീഷനിലും കറണ്ട് അഫേഴ്സ് ഉണ്ട്. പുതിയ പുതിയ കാര്യങ്ങൾ, പുതിയ റെക്കോർഡുകൾ, പുതിയ ലോഞ്ച് ചെയ്തിട്ടുള്ള പ്രോജക്റ്റുകൾ, ഇവയെല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് കറണ്ട് അഫേഴ്സിൽ. പ്രത്യേകിച്ച് എക്കണോമിക് ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഇന്ന് കറണ്ട് അഫേഴ്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ജെഡിസ് കറണ്ട് അഫേഴ്സ് ഓരോ ദിവസവും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് നൽകാൻ ശ്രമിക്കുന്നത്. ഇന്ന് ഓഗസ്റ്റ് 29. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: മത്സ്യശക്തി പ്രോജക്റ്റ് ടു എംപവർ മൈനോറിറ്റി ഫിഷർ ഫാമിലീസ്. ന്യൂനപക്ഷ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ ശാക്തീകരിക്കുന്നതിനുള്ള മത്സ്യശക്തി പ്രോജക്റ്റ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് തിരുവനന്തപുരത്ത് ലോഞ്ച് ചെയ്തിട്ടുള്ള ഒന്നാണ് മത്സ്യശക്തി പ്രോജക്റ്റ്. ആരാണ് ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്? നമുക്ക് കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. തിരുവനന്തപുരത്ത് ന്യൂനപക്ഷ മത്സ്യത്തൊഴിലാളി സമൂഹത്തെ ശാക്തീകരിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള മത്സ്യശക്തി പദ്ധതി 2025 ഓഗസ്റ്റ് 28 ആരംഭിച്ചത് ആരാണ്? കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. കേന്ദ്രമന്ത്രി ജോർജ് കുര്യനാണ് ഇന്നലെ തിരുവനന്തപുരത്ത് 700ഓളം ഫിഷർമാൻ ഫാമിലീസിനെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ പേരാണ് മത്സ്യശക്തി പ്രോജക്റ്റ്. കേന്ദ്ര സർക്കാരിൻ്റെ ഏത് പദ്ധതി പ്രകാരമാണ് 2025 ഓഗസ്റ്റ് 28 കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മത്സ്യശക്തി പദ്ധതി ആരംഭിച്ചത്? പ്രധാനമന്ത്രി വിരാസത് കാ സംവർദ്ധൻ PM വികാസ് സ്കീം. PM വികാസ് സ്കീം എന്നറിയപ്പെടുന്ന പ്രധാനമന്ത്രി വിരാസത് കാ സംവർദ്ധൻ എന്ന ആ സ്കീമിൻ്റെ ഭാഗമായിട്ടുള്ള ഒന്നാണ് തിരുവനന്തപുരത്ത് ലോഞ്ച് ചെയ്തിട്ടുള്ള ഏതാണ്ട് 700ഓളം ഫാമിലീസിന് ഗുണം ലഭിക്കുന്ന രീതിയിലുള്ള ആ ഒരു പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ഇത് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ഇപ്പോഴത്തെ യൂണിയൻ മിനിസ്റ്റർ ജോർജ് കുര്യൻ ആണ്. പ്രധാനമന്ത്രി വിരാസത് കാ സംവർദ്ധൻ പദ്ധതി ആരംഭിച്ച മന്ത്രാലയം മിനിസ്ട്രി ഓഫ് മൈനോറിറ്റി അഫയേഴ്സ്, ന്യൂനപക്ഷ മന്ത്രാലയം. ന്യൂനപക്ഷ മന്ത്രാലയത്തിൻ്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം ആണ് PM വികാസ് എന്നറിയപ്പെടുന്ന പ്രധാനമന്ത്രി വിരാസത് കാ സംവർദ്ധൻ സ്കീം. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്: ദിനേശ് പട്നായിക് അപ്പോയിന്റഡ് ആസ് ഇന്ത്യസ് നെക്സ്റ്റ് ഹൈ കമ്മീഷണർ ടു കാനഡ. കാനഡയിലെ ഇന്ത്യയുടെ അടുത്ത ഹൈ കമ്മീഷണറായി ദിനേശ് പട്നായിക്കിനെ നിയമിച്ചു. വളരെ പ്രധാനപ്പെട്ട ഒരു അപ്പോയിൻമെൻ്റ് ആണിത്. കാരണം കാനഡയായിട്ടുള്ള ബന്ധം 2023 അല്പം മോശമായിരുന്നു. അതിനുശേഷം പിന്നീട് അവിടെ ഹൈ കമ്മീഷണേഴ്സ് ഉണ്ടായിരുന്നില്ല, ഇന്ത്യക്കും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ്. അതായത് ഈ കഴിഞ്ഞ G7 മീറ്റിംഗിലാണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററും കാനഡൻ പ്രൈം മിനിസ്റ്ററും ആയിട്ടുള്ള ചർച്ചയിൽ വീണ്ടും ഹൈ കമ്മീഷണേഴ്സിനെ നിയമിക്കാമെന്നുള്ള ഒരു തീരുമാനമെടുത്തിട്ടുള്ളത്. നമുക്ക് കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ഓഗസ്റ്റ് 28 കാനഡയിലേക്കുള്ള അടുത്ത ഹൈ കമ്മീഷണറായി ആരെയാണ് നിയമിച്ചത്? ദിനേശ് കെ പട്നായിക്. ദിനേശ് കെ പട്നായിക് ആണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്പോയിൻമെൻറ്റ്. അതായത് ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 28 ഇന്നലെ നടന്നിട്ടുള്ള അപ്പോയിൻമെൻറ്റ് ആണ് ദിനേശ് കെ പട്നായിക് അടുത്ത കാനഡയിലേക്കുള്ള ഹൈ കമ്മീഷണർ ആയിട്ട് നിയമിച്ചിട്ടുള്ളത്. കോമൺവെൽത്ത് കൺട്രീസിലാണെങ്കിൽ ഹൈ കമ്മീഷണേഴ്സ് ആണ്. കോമൺവെൽത്ത് കൺട്രീസ് അല്ലെങ്കിൽ അവിടെ അംബാസഡേഴ്സ് ആണ് വരുന്നത്. ബ്രിട്ടീഷർ ഭരിച്ചിട്ടുള്ള രാജ്യങ്ങളാണ് കോമൺവെൽത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത്. കാനഡയിലും ബ്രിട്ടീഷുകാർ ഭരിച്ചിട്ടുള്ള ഒരു രാജ്യമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവിടെ നെക്സ്റ്റ് ഹൈ കമ്മീഷണർ എന്ന പേര് അറിയപ്പെട്ടിരിക്കുന്നത്. അതല്ലെങ്കിൽ അവിടെ അറിയപ്പെടുന്നത് അംബാസഡർ എന്ന ലെവലിലാണ്. കാനഡയിൽ നിന്ന് ഇന്ത്യയിലെ പുതിയ ഹൈ കമ്മീഷണർ ആരായിരിക്കും? ക്രിസ്റ്റഫർ കൂട്ടർ. ക്രിസ്റ്റഫർ കൂട്ടർ ആണ് കാനഡയിൽ നിന്നുള്ള ഇന്ത്യയിലേക്കുള്ള ഹൈ കമ്മീഷണർ. അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്നുള്ള കാനഡയിലേക്കുള്ള ഹൈ കമ്മീഷണർ ആണ് ദിനേശ് കെ പട്നായിക്. കാനഡയുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ആരാണ്? മാർക്ക് കാർണി. കാനഡയുടെ ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ ഓഫ് കാനഡ ആണ് മാർക്ക് കാർണി. ഇദ്ദേഹവുമായിട്ടുള്ള ചർച്ചയിലാണ്, ഈ കഴിഞ്ഞ G7 മീറ്റിംഗിലാണ് വെച്ചുള്ള ചർച്ചയിലാണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ചർച്ചയിൽ വീണ്ടും അവിടെ ഹൈ കമ്മീഷണേഴ്സിനെ നിയമിക്കാമെന്നുള്ള ആ തീരുമാനം എടുത്തിട്ടുള്ളത്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്: ദ നമ്പർ ഓഫ് സ്കൂൾ ടീച്ചേഴ്സ് ക്രോസ്ഡ് 1 crore. സ്കൂൾ അധ്യാപകരുടെ എണ്ണം 1 കോടി കവിഞ്ഞു. ആദ്യമായിട്ടാണ് സ്കൂൾ അധ്യാപകരുടെ എണ്ണം ഇപ്പോൾ ഇന്ത്യയിൽ 1 കോടി കവിഞ്ഞിരിക്കുന്നത്. നമുക്ക് കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ഓഗസ്റ്റ് 28 പ്രസിദ്ധീകരിച്ച ഏത് റിപ്പോർട്ടിലാണ് ഇന്ത്യയിൽ ഇപ്പോൾ ആദ്യമായി 1 കോടിയിലധികം സ്കൂൾ അധ്യാപകരുണ്ടെന്ന് പ്രസ്താവിച്ചത്? യൂണിഫൈഡ് ഡിസ്ട്രിക്ട് ഇൻഫർമേഷൻ സിസ്റ്റം ഫോർ എഡ്യൂക്കേഷൻ പ്ലസ് 2024-25. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് ആണ് യൂണിഫൈഡ് ഡിസ്ട്രിക്ട് ഇൻഫർമേഷൻ സിസ്റ്റം ഫോർ എഡ്യൂക്കേഷൻ പ്ലസ്
2024-25. ഇത് പ്രകാരമുള്ള റിപ്പോർട്ട് അനുസരിച്ച് ഇപ്പോഴത്തെ ടീച്ചേഴ്സിന്റെ എണ്ണമാണ് 1.01 crore. 1 കോടി കവിഞ്ഞിരിക്കുന്ന ഒന്നാണ് ഇപ്പോൾ ടീച്ചേഴ്സിന്റെ എണ്ണം. യൂണിഫൈഡ് ഡിസ്ട്രിക്ട് ഇൻഫർമേഷൻ സിസ്റ്റം ഫോർ എഡ്യൂക്കേഷൻ പ്ലസ് 2024-25 റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച വകുപ്പ് ഏതാണ്? വിദ്യാഭ്യാസ മന്ത്രാലയം. മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന്റെ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് ആണ്, അതായത് യൂണിഫൈഡ് ഡിസ്ട്രിക്ട് ഇൻഫർമേഷൻ സിസ്റ്റം ഫോർ എഡ്യൂക്കേഷൻ പ്ലസ് എന്ന് പറയുന്ന റിപ്പോർട്ട്. ഇതനുസരിച്ചുള്ള ഒരു റിപ്പോർട്ട് ആണിപ്പോൾ, അതായത് 1 crore എബോവ് ആണ് ടീച്ചേഴ്സിന്റെ സ്ട്രെങ്ത് എന്ന റിപ്പോർട്ട്. യൂണിഫൈഡ് ഡിസ്ട്രിക്ട് ഇൻഫർമേഷൻ സിസ്റ്റം ഫോർ എഡ്യൂക്കേഷൻ പ്ലസ് 2023-24 അധ്യാപകരുടെ ശക്തി എന്തായിരുന്നു? 98 ലക്ഷം. കഴിഞ്ഞ വർഷം 98 lakh ആയിരുന്നു ടീച്ചേഴ്സിന്റെ സ്ട്രെങ്ത്. ദ നമ്പർ ഓഫ് ടീച്ചേഴ്സ് വെയർ 98 lakh. എന്നാൽ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് അനുസരിച്ച് 1.01 crore ആണ് ടീച്ചേഴ്സിന്റെ എണ്ണം. യൂണിഫൈഡ് ഡിസ്ട്രിക്ട് ഇൻഫർമേഷൻ സിസ്റ്റം ഫോർ എഡ്യൂക്കേഷൻ പ്ലസ് 2024-25 പ്രകാരം വനിതാ അധ്യാപകരുടെ എണ്ണം എത്ര? 54.81 ലക്ഷം വനിതാ അധ്യാപകർ, 46.41 പുരുഷ അധ്യാപകർ. ഫീമെയിൽ ടീച്ചേഴ്സ് ആണ് 54.81 lakh ആൻഡ് 46.41 lakh ആണ് മെയിൽ ടീച്ചേഴ്സ്. ഡോമിനേറ്റ് ചെയ്യുന്നത് ഫീമെയിൽ ടീച്ചേഴ്സ് ആണ് ആസ് പെർ ദി യൂണിഫൈഡ് ഡിസ്ട്രിക്ട് ഇൻഫർമേഷൻ സിസ്റ്റം ഫോർ എഡ്യൂക്കേഷൻ പ്ലസ്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ്, രക്ഷാ രാജ്യമന്ത്രി ശ്രീ സഞ്ജയ് സേത്ത് ഇനോഗ്രേറ്റ്സ് മിൽ മെഡിക്കോൺ 2025. രക്ഷാ രാജ്യമന്ത്രി ശ്രീ സഞ്ജയ് സേത്ത് മിൽ മെഡിക്കോൺ 2025 ഉദ്ഘാടനം ചെയ്തു. ഇപ്പോഴത്തെ ഡിഫൻസ് മിനിസ്റ്റർ ആണ് രാജ്നാഥ് സിംഗ്, എന്നാൽ സ്റ്റേറ്റ് ആണെങ്കിൽ ശ്രീ സഞ്ജയ് സേത്ത് ആണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കോൺഫറൻസ് ആണ് മിൽ മെഡിക്കോൺ 2025. ഇതേത് ഡിപ്പാർട്ട്മെന്റായി ബന്ധപ്പെട്ട ഒരു കോൺഫറൻസ് ആണ്? നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ഓഗസ്റ്റ് 28 ഉദ്ഘാടനം ചെയ്ത സൈനിക ക്രമീകരണങ്ങളിലെ ശാരീരികവും മാനസികവുമായ ആഘാതത്തെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനം പേരെന്താണ്? മിൽ മെഡിക്കോൺ 2025. ഇപ്പം മിൽ മെഡിക്കോൺ 2025 എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും പറയുമ്പോൾ ഇത് ഹെൽത്ത് ആയി ബന്ധപ്പെട്ട സൈനികരുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ആഘാതത്തെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അന്താരാഷ്ട്ര സമ്മേളനമാണ് മിൽ മെഡിക്കോൺ 2025. ഇത് നടന്നിട്ടുള്ളത് ന്യൂഡൽഹിയിലാണ്. സൈനിക ക്രമീകരണങ്ങളിലെ ശാരീരികവും മാനസികവുമായ ആഘാതത്തെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനം മിൽ മെഡിക്കോൺ 2025 സംഘടിപ്പിച്ചത് ആരാണ്? ഡയറക്ടർ ജനറൽ ഓഫ് മെഡിക്കൽ സർവീസസ് ആർമി. മിൽ മെഡിക്കോൺ 2025 എന്ന ഈ ഒരു പ്രോഗ്രാം, ഈ ഒരു കോൺഫറൻസ് സംഘടിപ്പിച്ചിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് മെഡിക്കൽ സർവീസസ് ആർമി. ഈ ഡയറക്ടറേറ്റ് ആണ് കംപ്ലീറ്റ് ആയിട്ട് ആർമിയിലെ മെഡിക്കൽ സർവീസ് കൺട്രോൾ ചെയ്യുന്ന ഡയറക്ടറേറ്റ്. മിൽ മെഡിക്കോൺ 2025 ഉദ്ഘാടനം ചെയ്തത് ആരാണ്? രക്ഷാ രാജ്യമന്ത്രി ശ്രീ സഞ്ജയ് സേത്ത്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ്, പ്രൈം മിനിസ്റ്റർ എക്സ്റ്റെൻസ് വാം ഗ്രീറ്റിംഗ്സ് ഓൺ ദി നുവാഖായ് ഫെസ്റ്റിവൽ. നുവാഖായ് ഫെസ്റ്റിവൽ പ്രധാനമന്ത്രി ഊഷ്മളമായ ആശംസകൾ നേർന്നു. ഏത് സംസ്ഥാനത്താണ് നുവാഖായ് ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നത്? നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ഓഗസ്റ്റ് 29 നുവാഖായ് ഉത്സവം ആഘോഷിച്ച സംസ്ഥാനം ഏതാണ്? ഒഡീഷ. ഒഡീഷയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫെസ്റ്റിവൽ ആണ് നുവാഖായ് ഫെസ്റ്റിവൽ. ഇത് ഒഡീഷയിലെ വെസ്റ്റേൺ ഒഡീഷയിലാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് ആഘോഷിക്കുന്നത്. ഒപ്പം തന്നെ ഛത്തീസ്ഗഡിന്റെ ചില ഭാഗങ്ങളിലും ഇത് ആഘോഷിക്കുന്നുണ്ട്. നുവാഖായ് ഫെസ്റ്റിവൽ ആണ് ഓഗസ്റ്റ് 29 ആഘോഷിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് കംപ്ലീറ്റ് ആയിട്ട് ഒഡീഷയിൽ സ്കൂളുകളെല്ലാം അവധിയായിരുന്നു ഇന്നലെ. ഒഡീഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമായി കണക്കാക്കപ്പെടുന്ന ഉത്സവം ഏതാണ്? പുരിയിലെ ജഗന്നാഥ ക്ഷേത്രത്തിൽ ആഘോഷിക്കുന്ന രഥയാത്ര. ഒഡീഷ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഫെസ്റ്റിവൽ ജഗന്നാഥ് യാത്രയാണ്. ഒഡീഷയിലെ പുരി ഡിസ്ട്രിക്റ്റിലുള്ള ഈ ഒരു ക്ഷേത്രത്തിലെ രഥയാത്രയാണ് ഇന്ന് വേൾഡ് വൈഡ് തന്നെ പറയുമ്പോൾ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫെസ്റ്റിവൽ ആണത്. സ്പോർട്സ് ആയി ബന്ധപ്പെട്ട ഇന്നത്തെ ലാസ്റ്റ് കറണ്ട് അഫയേഴ്സ് ആണ് നീരജ് ചോപ്ര ഡയമണ്ട് ലീഗ് ഫൈനൽ. ഇന്നലെ രാത്രി ഏതാണ്ട് 1 മണിക്ക് നടന്നിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ആയിരുന്നു നീരജ് ചോപ്രയുടെ ഡയമണ്ട് ലീഗ് ഫൈനൽ മത്സരം. നമുക്ക് നോക്കാം ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസ്. ഡയമണ്ട് ലീഗ് 2025 ഫൈനലിൽ ഏറ്റവും മികച്ച ജാവലിൻ ത്രോയിൽ 1ാം സ്ഥാനം നേടിയത് ആരാണ്? ജൂലിയൻ വെബർ 91.51 മീറ്ററുമായി. ഇന്നലെയായിരുന്നു സ്വിറ്റ്സർലാൻഡിലെ സൂറിച്ചിൽ നടന്നിട്ടുള്ള ഡയമണ്ട് ലീഗ് 2025 ഫൈനൽ. ഇതിൽ വളരെ പ്രതീക്ഷയോടെയായിരുന്നു നീരജ് ചോപ്ര. എന്നാൽ
ഒന്നാം സ്ഥാനം നേടിയിട്ടുള്ളത് ജൂലിൻ വെബർ, ജർമ്മൻ ആണ്, 91.51 മീറ്റർ. സ്വിറ്റ്സർലാൻഡിലെ സുറീച്ചിൽ നടന്ന ഡയമണ്ട് ലീഗ് 2025 ഫൈനലിൽ നീരജ് ചോപ്രയുടെ സ്ഥാനം എന്താണ്? രണ്ടാമത്തേത് 85.01 മീറ്റർ. നീരജ് ചോപ്രയ്ക്ക് 85.01 മീറ്റേഴ്സ് ആണ് എറിയാൻ സാധിച്ചിട്ടുള്ളത് ജാവലിൻ ത്രോയിൽ. എന്നാൽ 91.51 മീറ്ററുമായിട്ട് ജൂലിൻ വെബർ ആണ് ജർമ്മന്റെ ഒന്നാം സ്ഥാനത്തെത്തിയിട്ടുള്ളത്. ഡയമണ്ട് ലീഗ് മത്സരത്തിൽ നീരജ് ചോപ്ര സ്വർണം നേടിയ വർഷം ഏതാണ്? 2022. 2022 നീരജ് ചോപ്ര ഡയമണ്ട് ലീഗ് കോമ്പറ്റീഷനിൽ സ്വർണം കരസ്ഥമാക്കി. എന്നാൽ 2023-24 രണ്ടാം സ്ഥാനത്തായിരുന്നു. ഇപ്പോൾ വീണ്ടും 2025 രണ്ടാം സ്ഥാനത്തേക്കാണ് നീരജ് ചോപ്ര എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ 3 വർഷമായിട്ട് നീരജ് ചോപ്ര രണ്ടാം സ്ഥാനത്താണ്. 2022 നീരജ് ചോപ്ര ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത്. ഈ പ്രാവശ്യത്തെ ഫസ്റ്റ് പൊസിഷൻ 91.51 മീറ്റർ ആയിട്ട് ജൂലിൻ വെബർ ആണ് ജർമ്മനിയുടെ. നമ്മളിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് ഇന്നിവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ജഡ്സ് കറണ്ട് അഫേഴ്സിൻ്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.